ഹലോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഞാൻ കിച്ചണിലാണ് ഉള്ളത്. കിച്ചണിൽ നിന്നുള്ളത് വെച്ചാൽ കറി ഉണ്ടാക്കാനാണ് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. കറി ഉണ്ടാക്കാനെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഫണ്ണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം ഇന്ന് കുറേ നാളിന് ശേഷമാണ് ഒരു കറി ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വീഡിയോയും കൂടി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. കറി ഉണ്ടാക്കുന്നത് മീൻ കറിയാണ്. നല്ല ഫിഷ്, ഒരു ഫിഷ് ആദ്യം മീൻ ഇതുവരെയായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടൊന്ന് വാങ്ങേണ്ടതുണ്ട്. അത്ര വലിയ കുക്കൊന്നല്ല. പലരും കുക്കിംഗ് വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ പഠിച്ചതാണ്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടേതായ ശൈലിയിൽ ഒരു കറി ഉണ്ടാക്കാം. ആ കറി എങ്ങനെ ഉണ്ടാക്കലെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ആദ്യം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മീൻ പർച്ചേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ചെറിയ പീസ് ഒന്ന് നിർത്തിനെങ്കിൽ കൊണ്ടാണ്. 800 ചെറുതാ? അരക്കിലോ ടൈപ്പ് ഉണ്ടാവില്ല. എത്ര ഉണ്ടാകും? ഏകദേശം ഒരു നോർമൽ പീസാക്കി വെച്ച നല്ല വൃത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ടാ. കറി വെക്കാനോ? ഓക്കെ, മീൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് വാഷ് ചെയ്യാം. ഫിഷ് കഴിക്കാനോ? ഇത് എൻ്റെ നാട്ടിൽ, ഞാൻ കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് നമ്മൾ ഇതിന് പറയുന്നത് ആഗോലി, കറുത്ത ആഗോലി എന്നാണ് പറയുന്നത്. പിന്നെ ചിലയിടത്ത് ചില പേരായിരിക്കും വിളിക്കാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്തു വെച്ചതിന് ശേഷം ഓക്കെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. നമുക്ക് വേണ്ടത് ഫിഷ്, പിന്നീട് ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ തക്കാളി. ഞാൻ ഉള്ളി, ഒനിയൻ ഇടാതെയാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. കാരണം മീൻ കറി വെക്കുന്ന സമയത്ത് അങ്ങനെ ഒനിയൻ, അത് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ ഉള്ളി, അത് ഇടാതെ വെക്കലായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കൽ. പിന്നെയുള്ളത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇടാമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ കാണാം ഏലക്കായ്. ഈ ഏലക്കായ് സാധാരണ ആരും ഫിഷ് കറിയിൽ ഇടുന്നുണ്ടാവില്ല. ഇത് നമുക്ക് ഒരു ചെറിയൊരു ഏലക്കായ് മാത്രമേ വേണ്ടൂ. അത് ജസ്റ്റ് ഒന്ന് സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിഷിന് വേണ്ടി. പിന്നെ മുളക്, മല്ലിപ്പൊടി, പിന്നെ അത്യാവശ്യം വേണ്ടത് മീൻ കറി വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഉലുവ കാച്ചിട്ട് ഇടലായിരിക്കും ഏറ്റവും ബെറ്റർ. കാച്ചിട്ടാണ്. പക്ഷേ ഞാനിത് കാച്ചാതെ തന്നെ, നമ്മളിപ്പോൾ ഒരു കോമൺ ആയിട്ട് നല്ല ബേസിക്കലായിട്ട് പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അറിയുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്. പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് സാധാ ഒരു ഓയിലാണ്. നിങ്ങൾക്ക് ഏതൊരു തരത്തിലുള്ള ഓയിലും ഉപയോഗിക്കാം. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. തക്കാളി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു. പിന്നെ പച്ചമുളക് നമുക്ക് കാണാവുന്നതാണ്. നമ്മളതും നേർപകുതിയായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നീട് കരിയാമ്പലയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കരിയാമ്പല കട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ടേസ്റ്റൊക്കെ, അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും കറിയിലേക്ക് നമുക്ക് മിക്സ് ആക്കുന്ന സമയത്ത്. അത് കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഏതൊരു സാധനവും അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ചപ്പാട്ടെ അതല്ല നമ്മളെ ഒരു സാധനം, നമ്മളൊരു തക്കാളി തന്നെ നമ്മളൊന്ന് മുതുമനായിട്ട് അങ്ങനെ ഇടുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം കാരണം കറിയിലേക്ക് മൊത്തമായി അത് ആഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാവും. ഓക്കെ, നമുക്കതിനായി അടുപ്പിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്കിത് ഇതിലാണ് ഇപ്പോൾ കറി വെക്കാൻ പോകുന്നത്. അതൊന്ന് വാഷ് ചെയ്യാം. വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് തിളക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് കറി വെക്കുന്ന സമയത്ത്, സാധാരണ മീൻ കറി വെക്കുന്ന സമയത്ത് കുളമ്പുളി, അതായത് പുളി എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ പുളി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് തക്കാളിയുടെ എണ്ണം കൂട്ടിയത്. വീട്ടിൽ വെക്കുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. പുളി ഇല്ലെങ്കിൽ തന്നെ തക്കാളി കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം കരിയാമ്പല കട്ട് ചെയ്തിരുന്ന് ഒരു 3-4 പീസ് അതിലേക്ക് ഇടുക. ആദ്യം കരിയാമ്പലയാണ് ഇടേണ്ടത്.
ഒന്ന് കുറച്ച് തിളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പച്ചമുളക് ആദ്യം അതിലേക്ക് രണ്ടാമത് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. നമുക്കറിയാം പച്ചമുളക് ഏകദേശം അത് വേവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ തക്കാളി ഒന്ന് ഇടുക. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം. എപ്പോൾ നിങ്ങൾ കറി വെക്കുന്ന സമയത്ത്, ഏതൊരു കറി വെക്കുന്ന സമയത്തായാലും നമുക്കത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ പറ്റില്ല. അന്ന് തക്കാളിയോ അതല്ല ഉള്ളിയോ ഒക്കെ ഒന്ന് ശരിയായി കിട്ടാൻ പറ്റില്ല. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ല ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഏകദേശം 10 20 അല്ലെങ്കിൽ അര 30 സെക്കൻഡ് കൊണ്ടൊക്കെ അതൊന്ന് വാടി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒന്നിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് കണക്കായിട്ട് നോക്കാം. ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഉപ്പിട്ടതാണ്. അതിനുശേഷം നമുക്കൊന്ന് പൊത്തി വെക്കാം. തക്കാളി ഏകദേശം ഉടഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിത്തിരി മുളകൊന്ന് ആഡ് ചെയ്യണം. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മുളകിട്ടാൽ മതി. ഞാനിപ്പോൾ നമ്മൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു നോർമലി 1.5 സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂണ് പൗഡറാണ് ഉണ്ടാകുന്നത് ഉപയോഗിക്കുന്നത്. ചില്ലി പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ. ഇതാണ് സ്പൂണ്. ഈ സ്പൂണിൽ ഏകദേശം ഇങ്ങനെ ഒന്ന്, പിന്നീട് ഒരു കുറച്ച് പൗഡർ ഇട്ടു. നമുക്കത് കൂട്ടി വെക്കാം. ഇനി അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യും. ആ മുളകിൻ്റെ സ്മെല്ല് ഒന്ന് കാലതിന് ശേഷം ഒന്ന് സ്മെല്ലൊന്ന് പോയി കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരമുള്ളൂ. അതുവരെ ഒന്ന് ഇതൊന്ന് അളക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ചില്ലി പൗഡറിൻ്റെ അതിൻ്റെ സ്മെല്ല് പോയി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ട് ഫുഡ് മാറും, അല്ലാതെ സ്പൈസി ആയിട്ട് മാത്രം കിട്ടില്ല. അഥവാ നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് പെട്ടെന്നൊന്ന് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്പൈസി ആയിട്ടാണ് ഫീലിംഗ് അടിക്കുക. അതുകൊണ്ട് തന്നെ പൗഡർ നമുക്കതിൽ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ സ്പൈസി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കുറഞ്ഞ് കിട്ടും. നമുക്കറിയാം മസാല ഒന്നും ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്രൈ ടൈപ്പാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ, അല്ലാതെ നോർമലായി 10-20 ആൾക്ക് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കൂട്ടി വെക്കാനുള്ള നോർമലായിട്ടുള്ളൊരു ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന സമയത്തൊന്നും നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കണമെന്നുള്ള ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് എപ്പോഴും ഡ്രൈ ആയിട്ട് നമ്മുടെ ജസ്റ്റ് ഒന്ന് കറി സാലൻ ഒന്ന് വളരെ കുറച്ചാക്കിയാൽ മാത്രം പോയി. എന്നാൽ തന്നെ നമ്മുടെ കറിക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഞാൻ അത്ര വലിയ കുക്കൊന്നല്ല, ജസ്റ്റ് ഒന്ന് ടിപ്സാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ യൂട്യൂബിലോ അതെല്ലാം വീട്ടിൽ നിന്ന് ഉമ്മൊക്കെ വെക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് പഠിച്ചത്, അല്ലാതെ ഞാനിത് പഠിച്ചിട്ട് വന്നതൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഏലക്ക കഷ്ണം ഇടണമെന്ന്, കാരണം ജസ്റ്റ് ഒന്ന് സ്മെല്ലിന് എടുക്കണം. അപ്പം നമുക്കൊന്ന് ഇതാണ് ഏലക്ക, നമ്മളതൊന്ന് പൊട്ടിച്ച് അതിനൊന്ന് ഇട്ടു. അതിനുശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ തീ ഫയറിങ് അതൊന്ന് വളരെ കുറച്ചാക്കി വെക്കണം. കാരണം നമ്മൾ അതിലേക്ക് ഫിഷ് ഇടാനാണ് പോകുന്നത്, മീൻ ഇടാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. കാരണം മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇപ്പം തന്നെ മിക്സാക്കി ഉപ്പിലിട്ട് കണക്റ്റാക്കി വെക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ മിക്സാക്കാൻ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആ ഫിഷിൻ്റെ ഇറച്ചിയൊക്കെ ഇളകിപ്പോവും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒന്ന് ഉപ്പെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കും. നമ്മളതിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞു.
പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഡയറക്റ്റായി തന്നെ ഉലുവ ആഡ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ കരിയാമ്പല ഉപയോഗിച്ച് കാച്ചിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇടുകയാണ്. ഇത് ചില സമയത്ത് ചില കറികൾക്ക് വളരെ ഉത്തമമായിരിക്കും. കാരണം നമ്മളിപ്പോൾ മത്തിയാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചാള എന്ന് പറയുന്നത് മത്തി വെക്കുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ നമ്മൾ മത്തി എന്ന് പറയുന്നത് ചാള എന്ന് പറയാനൊക്കെ അല്ല, മത്തിയാണ് വെക്കുന്നുണ്ടെങ്കിൽ അതല്ല മാന്താണെന്ന് ഓക്കെ മറ്റുള്ള സ്ഥലത്ത് ഞാൻ ഞാൻ കണ്ണൂരാണ്. ആ കണ്ണൂരിലെ ഒരു ഇതിൽ മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ മാന്തയാണെങ്കിലൊക്കെ ഈ ഉലുവ വളരെ ഉപകാരപ്പെടും, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കറിയിൽ ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്നതിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ഫിഷ് കറീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഈ കരിയാമ്പലിൽ നേരത്തെ നമ്മൾ കുറച്ച് കരിയാമ്പല മുറിച്ച് വെച്ച് അതിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഏകദേശം മണമൊക്കെ അടിക്കുന്നുണ്ട്. നല്ല നമുക്കതിലേക്ക് ഇനി ഫിഷ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ കണക്കാക്കി ഞാൻ ആദ്യം സെറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങളതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്കായി നോർമലായി നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് ആ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതാക്കിയതിന് ശേഷം എല്ലാം ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് ഫിഷ് അതിലേക്ക് ഇടേണ്ടത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഫിഷ് തിന്നാൻ അതിൻ്റെ ഒരു ഇതിൽ കിട്ടുകയും ചെയ്യില്ല, അതിൻ്റെ ഇറച്ചിയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റായിട്ട് നമുക്കതൊന്ന് ഫയർ വെച്ചതിന് ശേഷം നമുക്ക് കാണാം. അതിപ്പോൾ ലൈറ്റായിട്ട് കാണാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റോളായി നമ്മളെ കറി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളെ കറി ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഏതൊരു ഫുഡാകട്ടെ നമ്മൾ ആ ചൂടോടെ കഴിക്കുന്നത് അത്ര വലിയ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കറി ആക്കിയതിന് ശേഷം ഏകദേശം നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും അത് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കലായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മൊത്തം ടേസ്റ്റ് ഫീല് കിട്ടാൻ പറ്റും. കാരണം ചൂടധികമായിട്ട് നമ്മളത് തിന്നുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ നാവിന് അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. ചൂടും എല്ലാം കൂടി കൺഫ്യൂഷനായിട്ടാണ് നമ്മൾ കഴിക്കുക. നിങ്ങളെല്ലാവരും ടേസ്റ്റി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ചൂടൊന്ന് കുറച്ച് തണിഞ്ഞതിന് ശേഷം കഴിക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഏതായാലും കറി വെക്കുന്ന നല്ല ഒരു കിടലൻ കറി വെക്കണം. അപ്പം കുറച്ച് 2-3 പീസ് എടുത്തിട്ട് ഫ്രൈയും കൂടി ആക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അതിനായിട്ട് നമ്മൾ 2-3 പീസ് എടുത്ത് പിന്നെ ഇത് നമുക്കൊന്ന് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിലൊന്ന് വീസറിലൊന്ന് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് എടുത്ത് വെക്കാം. ഫ്രിഡ്ജൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ